നമസ്കാരം, വെൽക്കം ടു KS മെൻറ്റർ. ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഇൻ്റർവ്യൂ കോളിനുള്ള ഷോർട്ട് ലിസ്റ്റ് വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. KS മെൻറ്ററിന്ന് ഒരുപാട് കുട്ടികൾ ഇൻ്റർവ്യൂവിലോട്ട് എത്തിയിട്ടുണ്ട് എന്നറിയുന്നതിൽ വലിയ അഭിമാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ KS മെൻറ്ററിൽ പഠിച്ചവരും അല്ലാത്തതും എല്ലാം ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് ഇൻ്റർവ്യൂവിന് ക്വാളിഫൈ ആയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ആൻഡ് നിങ്ങൾ അതിൽ കണ്ടു കാണും, കട്ട് ഓഫ് 48.50 മാർക്കായിരുന്നു അല്ലേ. ആൻഡ് 268 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. ഇതല്ലാതെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കുറച്ച് ആൾക്കാരൂടെ ഉണ്ട്. ആസ് പെർ നോട്ടിഫിക്കേഷൻ 41 വേക്കൻസീസാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിന് 2 സ്റ്റേജുകൾക്ക് പുറമെ ഒരേ ദിവസം തന്നെ നടന്ന 2 സ്റ്റേജുകൾക്ക് പുറമെ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവിനും പുറമെ ഇനി ഇൻ്റർവ്യൂ കൂടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനു മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഈ ലിസ്റ്റ് പ്രൊവിൻഷ്യലാണ്. പ്രൊവിൻഷ്യൽ ഇൻ ദ സെൻസ് ഇതിൽ ഇൻക്ലൂഡഡ് ആയി എന്നതുകൊണ്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരണമെന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഒന്ന്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം റെഡിയായി വയ്ക്കുക. EWS, നോൺ ക്രീമി ലെയർ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, PWD സർട്ടിഫിക്കറ്റ് തുടങ്ങിയ നിങ്ങൾ ഇനി സബ്മിറ്റ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇഫ് നിങ്ങളൊരു മെയിൻ ലിസ്റ്റിലുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ലിസ്റ്റ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളെ ഓപ്പൺ കോമ്പറ്റീഷൻ കാൻഡിഡേറ്റ് ആയിട്ടാണ് പിന്നെ കൺസിഡർ ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സപ്ലിമെൻ്ററി ലിസ്റ്റിലോ അല്ലെങ്കിൽ ഇത്തരം സ്പെഷ്യൽ ലിസ്റ്റിലോ ഇത്തരം സ്പെഷ്യൽ കാറ്റഗറി ഉള്ള ആൾക്കാരുടെ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണെങ്കിൽ ഇഫ് നിങ്ങൾ ഈ ലിസ്റ്റ് അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് പബ്ലിഷ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് വിത്തൗട്ട് പ്രയർ നോട്ടീസ് നിങ്ങൾ ഔട്ടാവുന്നതായിരിക്കും. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതറിയാം. ഡേറ്റ്, ടൈം, അതുപോലെ എവിടെ വെച്ചിട്ടായിരിക്കും ഇൻ്റർവ്യൂ, ഈ 3 ഡൗട്ടുകളും നിങ്ങളുടെ റിസൾട്ടിൽ തന്നെ ഹൈക്കോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോർട്ടിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കുക. ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അത് എവിടെയായിരിക്കും എന്നുള്ളൊരു കോള് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഇൻ്റർവ്യൂവിനെ കുറിച്ച് ചില ബേസിക് ഡീറ്റെയിൽസൂടെ നമുക്കൊന്ന് കാണാം. ഒന്ന്, 10 മാർക്കിനായിരിക്കും ഇൻ്റർവ്യൂ എന്നുള്ളത് നിങ്ങൾക്കറിയാം. അവിടെ 35%, അതായത് 3.5 മാർക്ക് എന്നുള്ളതാണ് മിനിമം മാർക്ക്. അത് കിട്ടുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. ആൻഡ് അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ എത്രമാത്രം സ്കോർ ചെയ്യുക എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലെ പൊസിഷൻ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ കോൾ ലെറ്റർ കിട്ടും ഇൻ്റർവ്യൂവിനുള്ളത്. അപ്പോൾ മിനിമം 2 വീക്ക് മുമ്പെങ്കിലും എന്ത് ചെയ്യും, ഈ നിങ്ങളുടെ SMS ആയിട്ടോ മെയിലായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇതിനുള്ള ഇൻഫർമേഷൻ കിട്ടും. ഇൻ്റർവ്യൂവിൻ്റെ 2 വീക്ക് മുമ്പെങ്കിലും ഒരു അഡ്വൈസ് എന്ന രീതിയിൽ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നോക്കുക, ലോഗിൻ ചെയ്ത് നോക്കുക, ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള ഒരു ഭാഗത്ത്. ഓക്കെ, ആൻഡ് ഇൻ്റർവ്യൂവിൻ്റെ ഡ്യൂറേഷൻ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിന് മുമ്പ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എല്ലാം വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു ഇനി നിങ്ങൾക്കും ഇതുപോലെ തന്നെ ആയിരിക്കുമെന്നല്ല, പക്ഷേ ഇതുപോലെ ആകാനുള്ള സാധ്യത കൂടുതലാണ്. 5 മുതൽ 10 മിനിറ്റ് വരെ ആയിരിക്കും നോർമലി ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. 10 മിനിറ്റിൽ കൂടുതൽ കുറവാണ്. ഓക്കെ, മോസ്റ്റ്ലി ഇതാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഇൻ്റർവ്യൂ നീണ്ടു പോകാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ആ ഒരു പാനൽ സ്വാഭാവികമായും ഒരു ജഡ്ജിൻ്റെ നേതൃത്വത്തിലുള്ള പാനലായിരിക്കും. ആ ഒരു പാനലിനെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ടാസ്ക്. എന്നിട്ട് ഈ 10ൽ മാക്സിമം മാർക്ക് മേടിക്കുക. അപ്പോൾ നോർമലി ഞാൻ പറഞ്ഞു 3.5 മാർക്ക് നിങ്ങൾക്ക് കിട്ടണം. 5 മുതൽ 8 വരെയെല്ലാം മാർക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു 8.5 കിട്ടുക എന്നുള്ളത് ദി ബെസ്റ്റ് പെർഫോമർക്ക് മാത്രം കിട്ടുന്നതായിരിക്കും. അത് കിട്ടുക എന്നുള്ളത് സ്വാഭാവികമായി എന്ത് ചെയ്യും, നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാനുള്ള ഒരു വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈച്ച് മാർക്ക് കൗണ്ട് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ അതുപോലെ പ്രിപ്പയർ ചെയ്ത് അതുപോലെ എഫേർട്ട് കൊടുക്കുക. സ്വാഭാവികമായും എന്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇനിയുള്ള ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്ത് തരം ചോദ്യമായിരിക്കും വരിക എന്നുള്ളതായിരിക്കും ഡൗട്ട് അല്ലേ. അപ്പോൾ ഒന്ന്, ഏതൊരു ഇൻ്റർവ്യൂ ഉള്ള പോലെ ബയോഡാറ്റ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഇവിടെയും കൂടുതലുണ്ടാവുക. നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ബയോഡാറ്റയിൽ പറഞ്ഞിരിക്കുന്നത്, അത് നിങ്ങളുടെ പേരിൻ്റെ വന്ന വഴി മുതൽ നിങ്ങളുടെ സ്ഥലത്തെക്കുറിച്ച്, നിങ്ങളുടെ പഠിച്ച ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച്, ആ ഡിഗ്രിയെക്കുറിച്ച്, അതിലിപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നടക്കുന്ന ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് മോശമാണ് അല്ലേ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ വന്ന വഴിയെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ അതായിരിക്കും നിങ്ങളുടെ ബയോഡാറ്റ നോക്കിയാൽ ഒരാൾക്ക് മനസ്സിലാവുക. ആ ക്വിക്ക് റീഡിങ്ങിൽ എന്താണോ അതിൽ നിന്ന് ചോദിക്കാൻ പറ്റുമോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതെല്ലാം പഠിച്ചു വെക്കണം. 2, കറണ്ട് ഇവൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ഇൻ്റർവ്യൂകളിലെല്ലാം കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഇതാണ്. അപ്പോൾ കറണ്ട് ഇവൻറ്റുകൾ ഇപ്പം ലോകത്തും ഇന്ത്യയിലും നടക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ഇവൻറ്റുകളെക്കുറിച്ചും ഒരു ധാരണ വേണം. അപ്പോൾ കഴിഞ്ഞ തവണ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ശ്രീലങ്കൻ ഇഷ്യൂ നടക്കുന്ന സമയം സ്വാഭാവിക ചോദ്യങ്ങൾ ചോദിച്ചു. ഇത്തവണ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇഷ്യൂ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണോ ഇപ്പോൾ ലോകത്ത് നടക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ധാരണ ഉണ്ടായിരിക്കണം. ആൻഡ് ജുഡീഷ്യൽ റിലേറ്റഡ് ആയുള്ള ഡെവലപ്മെൻറ്റുകളെക്കുറിച്ച്, എസ്പെഷ്യലി കറണ്ട് ഡെവലപ്മെൻറ്റുകളെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ CJ മാറി, അപ്പോൾ അത്തരം വളരെ ബേസിക് ആയുള്ള കാര്യങ്ങളായിരിക്കും ഒരു ഇൻസ്റ്റൻസ് നിങ്ങളോട് ചോദിക്കാനുണ്ടാവും. അപ്പോൾ അതെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ദെൻ
അതല്ലാതെയുള്ള ചില ബേസിക് വിവരങ്ങൾ, ഇപ്പോൾ കേരളത്തെക്കുറിച്ചുള്ളത്, ഇന്ത്യയെക്കുറിച്ചുള്ളത്, നിങ്ങളുടെ നാടിനെക്കുറിച്ചുള്ളത്, അങ്ങനെ അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് കേരളത്തിൻ്റെ വെസ്റ്റിലുള്ള സ്ഥലം ഏതാണ്, അങ്ങനെ ഒരു ക്വിക്ക് ആയിട്ട് ഒരാൾ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ഇവിടെ കേസ് മെൻറ്ററിൻ്റെ ഇനീഷ്യേറ്റീവ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുന്ന നിങ്ങൾക്കുള്ള ഒരു അവസാനത്തെ ഹെൽപ്പ് എന്ന രീതിയിൽ കേസ് മെൻറ്ററും ഒരു ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ അതിനുള്ള ലിങ്ക് എല്ലാം ഉണ്ടാവും, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, ഫ്രീ ആയിട്ടായിരിക്കും. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ ഇൻ്റർവ്യൂ പ്രോഗ്രാം വൻ സക്സസ് ആയിരുന്നു, ഒരുപാട് പേര് അതൊന്ന് റിസൾട്ടിലോട്ട് എത്തി. അപ്പോൾ കേസ് മെൻറ്ററിൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കൊപ്പം ഈ ഒരു സ്റ്റേജിലെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ വരാം, നമ്മുടെ ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ അപ്പുറത്ത് ഒരു എക്സ്പേർട്ടിൻ്റെ തന്നെ ഹെൽപ്പോടുകൂടി നിങ്ങൾക്ക് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് ഇൻ്റർവ്യൂ ഹാളിലോട്ട് കിടക്കാം. സോ എല്ലാവരും വെൽക്കം ചെയ്യാണ്, നമുക്ക് ഇവിടെ വന്ന് കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.